രാവിലെ കൂന്തൾ കൊടുന്നപ്പോൾ അത് ഞാൻ വേഗം ഫ്രീസർക്കാണ്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇവിടെ വെച്ചിട്ട് സ്മെല്ലും കാര്യം വരണ്ടല്ല വിചാരിച്ചിട്ട് പൈസ ഒന്നും ആയിട്ടില്ല. നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി പാത്രങ്ങളൊക്കെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം സമാധാനത്തോടു കൂടി കൂന്തളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കല്ല വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഫ്രിഡ്ജിക്ക് വെച്ചതായിരുന്നു. ഇപ്പോൾ ഇതാ 1 കിലോന് കൂന്തളുണ്ടായിരുന്നു കേട്ടോ. 2 ഐറ്റം ഉണ്ട്, വലിയ സൈസും ഉണ്ട് ചെറിയ സൈസും ഉണ്ട് കേട്ടോ. ഞാൻ വലിയത് നോക്കിയിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കിയാണ് ഫ്രിഡ്ജിക്ക് എടുത്ത് വെക്കാം വിചാരിച്ചിട്ടോ. ഒന്നാകെ ഞാൻ മുറിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്കിന്ന് വേറൊരു പണിയും കൂടി ഉണ്ട്, കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട് മുറ്റത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മുഴുവനും കട്ടാക്കാനും എടുത്തില്ല. ബാക്കിയാണ് ഫ്രിഡ്ജിക്ക് എടുത്തിട്ട് നമുക്ക് എന്തൊക്കെ ഉള്ളത് മാത്രം എടുക്കട്ടെ ചെയ്തിട്ടുള്ളത്. കട്ടാക്കി ഫ്രിഡ്ജിക്ക് വെച്ചാൽ എളുപ്പമാണ്, നമുക്ക് പിന്നെ അങ്ങനെ കുറച്ച് എടുത്തിട്ടാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഇന്ന് ടൈമില്ല കേട്ടോ. അപ്പോൾ ഇതാ കൂന്തളൊക്കെ നല്ലോണം കട്ടാക്കി ഇതാ വട്ടത്തിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും കൂന്തൽ റെസിപ്പി നോക്കാം. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട്, കുഞ്ഞ് ചട്ടിയാണിത്. അപ്പോൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 3 ഏലക്കായും 2 കുഞ്ഞ് പട്ടയും കൂടി ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാട്ടോ നല്ലത്, പൊടിച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അച്ചലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടിപ്പോറ്റിൻ്റെ ശേഷം അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചുകാണ്ട് ഇട്ട് കൊടുത്തുകാണ് കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ്. ഇങ്ങനെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു മതിരിപ്പൊന്നും ഉണ്ടാവില്ല, സവാള കൂടിപ്പോയാലൊരു മധുരമാവുമല്ലോ. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇപ്പോൾ തൊലി കളഞ്ഞ് റെഡിയാക്കാൻ കുറച്ച് പാടാനുള്ള വിചാരിച്ചിട്ട് സവാള എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പകുതി ചെറിയ ഉള്ളിയും പകുതി പിന്നെ വലിയ ഉള്ളിയും കൂടി എടുത്തോളൂ കേട്ടോ. അങ്ങനെ അതാ വലിയുള്ളി വാടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഇതൊക്കെയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലും കാര്യം പോയതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ഇതാ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ മോൾ അതിൻ്റെ അടിയിൽ കറിവേപ്പിലൊക്കെ നുള്ളി കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അത് നല്ലോണം ഒന്ന് വെന്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഇതൊക്കെയാണ് കൂന്തളിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിക്ക് മസാല ഗരം മസാല എൻ്റെ കയ്യിൽ ഇല്ലാത്തതോട് ഞാൻ ബിരിയാണി മസാല ഇട്ട് കൊടുക്കേണ്ട ചെയ്തിട്ടുള്ളത്. ഗരം മസാല ബിരിയാണി മസാല ഏതെങ്കിലും ഒരു മസാല ഇട്ട് കൊടുത്താലും ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് നോക്കുമ്പോൾ കുറവായപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഇതൊക്കെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂന്തളിട്ട് നല്ലോണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ മൂടാൻ നോക്കുമ്പോൾ മൺചട്ടിൻ്റെ മൂടി ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് വേറൊരു മൂടി എടുത്തുകൊണ്ട് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഇങ്ങോട്ട് ഗ്രേവി ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഓക്കെ.